5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നിന്നെ വെറുതെ വിട്ട് ശരിയായ കള്ളനെയും തിരക്കി ഞങ്ങൾ പൊക്കോളാം. അത് ന്യായം. അവനോട് വരട്ടെ. നീ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാക്കി തരട്ടെ. നിന്നെയും ജനകൻ ചേട്ടനെയും പിന്നെ ഞങ്ങൾ സംശയിക്കില്ല. എടാ ചെല്ലടാ ചെല്ല്. അവൻ കാരണമാ ഈ കണ്ട കഷ്ടപ്പാടുകൾ മുഴുവൻ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അവൻ സാക്ഷി പറഞ്ഞു കിട്ടുന്ന ഒരു രക്ഷയും ഞങ്ങൾക്ക് വേണ്ട. അതിലും ഭേദം കെട്ടിത്തൂക്കിച്ചാവുന്നതാ. ജനക, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ലോക്കറിന്റെയും പെട്ടിയുടെയും പൂട്ട് പൊളിക്കാതെയാ തിരുവാഭരണങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. താക്കോൽ ജനകന്റെ കയ്യിലും. തിരുവാഭരണങ്ങൾ ഏതു വഴിക്ക് പോയി സമാധാനം പറയേണ്ടത് ജനകൻ തന്നെയാ. എന്റെ തിരുമേനി. നടക്ക്. നീ വാ. സാർ നടക്കാനല്ലേ പറഞ്ഞത്? സാർ, ജനകൻ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ. ഇവരെ ജയിലിലാക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. ദേവിയുടെ മുതൽ തിരിച്ചു കിട്ടിയാൽ മതി. 24 മണിക്കൂർ ഇവർക്ക് കൊടുക്കാം. അതിനുള്ളിൽ ദേവിയുടെ മുതൽ ഇവർ തിരിച്ചു തന്നാൽ ഞങ്ങൾ ഇവരോട് ക്ഷമിക്കാം. തിരിച്ചു തന്നില്ലെങ്കിൽ സാറിന് ഇവരെ കൊണ്ടുപോകാം. അത് അനുവദിക്കാൻ പാടില്ലാത്തതാ. തിരുമേനി പറഞ്ഞതുകൊണ്ട് മാത്രം സമ്മതിക്കുന്നു. ജനക, തെറ്റ് തിരുത്താൻ 24 മണിക്കൂർ സമയമുണ്ട് നിനക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ എന്നിൽ നിന്ന് ഒരു ദയയെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മുതല് ഓരോ അപശകനങ്ങളാ. പാറുവിന്റെ ജീവന് വരെ ആപത്തുണ്ടായി. തലനാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ദോഷമൊന്നും ഉണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നപ്പോ അതിനെക്കാട്ടിലും വലിയ അത്യാപത്ത് വന്നേർന്നേക്കുന്നു. ആരോ കട്ടുകൊണ്ടുപോയി തിരുവാഭരണം. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങള് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പാറുവിന്റെ അച്ഛനും ജയിലിൽ കിടക്കണം. ഞങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് മതിയായില്ലേ ഈശ്വരന്മാർക്ക്? തലയിൽ എഴുതി വെച്ചത് മുഴുവൻ അനുഭവിക്കട്ടെ ദേവകി. അനുഭവിക്കാം. അല്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ കരയിപ്പിച്ച് ഈശ്വരന്മാർക്ക് ഒരു ദിവസം മടുക്കും. അതുവരെ അനുഭവിക്കുക തന്നെ. ജനകനും കുടുംബവും നശിച്ച് നാണാണക്കല്ല എന്ന് ആൾക്കാരടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ കാണുമ്പോ കാശ് കടം ചോദിക്കുമെന്ന് പേടിച്ച് ആൾക്കാർ മുഖം തിരിച്ച് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബന്ധുവീട്ടിലെ ചടങ്ങുകൾക്കൊന്നും ഇപ്പൊ നമ്മളെ വിളിക്കാറില്ല. ജനകനും കുടുംബത്തിനും ഇപ്പൊ അതിനുള്ള നിലയും വിലയില്ലല്ലോ. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞില്ല. ഇപ്പോ ജനകനും മോളും കള്ളന്മാരാണത്രേ. ദേവിയുടെ മുതൽ കട്ടത്രേ. കരയുക ഞാൻ. വിരുന്ന് വന്നവർ എന്റെ കണ്ണീര് കാണാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഉള്ളിലാ ഞാൻ കരയുന്നേ. നമ്മൾ എന്തു പറഞ്ഞാലും നമ്മളെ കള്ളന്മാരാക്കാൻ നടക്കുന്നവർക്ക് അതൊക്കെ നുണയാ. കുടുംബത്തെ ചവിട്ടിത്തെറിപ്പിച്ചിട്ട് ഓടിപ്പോയ കാർത്തിക് തിരിച്ചു വന്ന് നിനക്ക് എഴുത്തു തന്നതും അവരുടെയൊക്കെ കണ്ണിൽ കല്ല് വെച്ച നുണയാ. നീ
അതെന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ അവനെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ മുമ്പിൽ നിർത്തിട്ട് നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ തെളിയിക്കുമായിരുന്നല്ലോ. അവനെ തിരഞ്ഞ് നീ എന്തിനാ കഴുകപ്പരയുടെ ഭാഗത്ത് പോയത്? നിന്റെ കുറ്റമല്ല. ഞാൻ പെറ്റുപോറ്റിയതേ ഒരു മോനെയല്ല, കുടുംബത്തെ നശിപ്പിക്കാൻ അവതരിച്ച ഒരു കാലനെയാ. അതുകൊണ്ട് തന്നെ ഉത്സവം നടക്കുന്ന സമയത്ത് അവൻ ഇവിടെ എത്തിയതും നിനക്ക് ആ കത്ത് തന്നതും അവനെ തേടി നീ ആ ഭാഗത്തേക്ക് പോയതും അവന് നീ ഒരു കത്ത് കൊടുക്ക. ഒരു കന്നാസ് മണ്ണെണ്ണയായി വന്ന് നമ്മളെ 4 പേരെ അങ്ങോട്ട് ചുട്ടു കൊല്ലാൻ. അതോടെ അവസാനിക്കുമല്ലോ. അമ്മേ, അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? കരയും ശപിക്കൊന്നുമല്ല ഇപ്പൊ വേണ്ടത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുക വേണ്ടത്. കുറച്ച് സമയമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ആ തിരുവാഭരണം കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനാ പ്രിയ? എങ്ങനെയെങ്കിലും തിരുവാഭരണ പെട്ടിക്കും അത് സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറിനും ഒരു പോറല് പോലും ഇല്ലെന്നല്ലേ പറഞ്ഞത്? താക്കോൽ ഉപയോഗിച്ചാണ് അത് തുറന്നതെന്ന്. താക്കോൽ അച്ഛന്റെ കയ്യിലായിരുന്നല്ലോ. അച്ഛൻ ആ താക്കോല് ആർക്കെങ്കിലും കൊടുത്തിരുന്നോ? ഇല്ല പ്രിയ, ദേവകയുടെയോ എന്റെ മക്കളുടെയോ കയ്യിൽ പോലും ഞാനത് കൊടുത്തിട്ടില്ല. എന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അവരാ താക്കോലുണ്ടെങ്കിൽ തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ താക്കോൽ അത്ര ഭദ്രമായി സൂക്ഷിച്ചത്. ഒരു സെറ്റ് താക്കോൽ മാത്രമായിരിക്കും ഉണ്ടാവുക. 2 or 3 സെറ്റ് താക്കോലുണ്ടാവും. ഒരു സെറ്റ് താക്കോൽ മാത്രമല്ലേ ഞങ്ങളുടെ കയ്യിൽ തന്നുള്ളൂ. ബാക്കിയുള്ള താക്കോലൊക്കെ ആരുടെ കയ്യിലായിരിക്കും? അവരെ കൂടി ചോദ്യം ചെയ്ത തിരുവാഭരണം കൊണ്ടുപോയത് ആരാണെന്ന് മനസ്സിലാവും. ഇരുമ്പ് ലോക്കറിന് വേറെ താക്കോലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ തിരുവാഭരണവും അത് സൂക്ഷിക്കുന്ന തിരുവാഭരണപ്പെട്ടി നിർമ്മിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ? പഴയ പണിത്തരമല്ലേ. ഇന്നത്തെ പോലെ 2-3 താക്കോലൊന്നും ഉണ്ടാക്കാറില്ല. ഒരു പൂട്ടിന് ഒരു താക്കോലേ ഉണ്ടാവൂ. ഒറിജിനൽ താക്കോല് ഒന്ന് മാത്രമായിരിക്കും. പക്ഷേ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അച്ഛന്റെ കയ്യിൽ ആ താക്കോൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആരോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. കുറ്റം അച്ഛന്റെ തലയിൽ വരുമെന്നുള്ള ധൈര്യത്തിൽ അയാൾ ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ലോക്കറും തിരുവാഭരണ പെട്ടിയും തുറന്ന് തിരുവാഭരണം കൈക്കലാക്കി. അതിനും സാധ്യതയില്ലേ? ഇല്ല, അതിനൊരു സാധ്യതയില്ല. തിരുവാഭരണപ്പെട്ടിയും താക്കോലും സൂക്ഷിക്കുന്നത് തിരുമേനിയാ. അതും തിരുമേനിയുടെ ഇല്ലത്ത്. വെള്ളച്ചാൽ ദുർഗാദേവിയുടെ ദാസരെന്ന് സ്വയം വിശ്വസിച്ച് കഴിയുന്ന ആളാ തിരുമേനി. അത്രയ്ക്ക് ശുദ്ധനാ തിരുമേനി. കൊടിയേറ്റ് വാങ്ങുമ്പോ തിരുവാഭരണപ്പെട്ടി തിരുമേനി ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കും. താക്കോല് തിരുമേനിയുടെ കയ്യിലും വെക്കും. ഒറ്റ മനുഷ്യനെ അത് തൊടാൻ തിരുമേനി അനുവദിക്കില്ല. ഉത്സവത്തിന് ആചാരത്തിന്റെ ഭാഗമായി മാത്രം തിരുമേനി അത് മറ്റൊരാൾക്ക് കൈമാറും. ചടങ്ങ് കഴിയുമ്പോ തിരിച്ചും വാങ്ങും. അങ്ങനെ അത് എന്റെ കൈ വന്നത്.